ഇപ്പോൾ ഈ ഒരു എക്സൽ ഷീറ്റിനകത്ത് നമുക്ക് റോയും കോളവും തമ്മിലുള്ള ഹൈറ്റ് ഒരു അറേഞ്ച്മെൻറ്റ് ഇല്ലാതെയാണ് കിടക്കുന്നത്. പല സെല്ലുകളിനകത്തുള്ള ഡാറ്റ വായിക്കാൻ കൂടി പറ്റുന്നില്ല. കണ്ടോ, ഇതൊക്കെ ചെറുതായി കിടക്കുന്നതിനെ കൊണ്ട് വായിക്കാൻ പറ്റുന്നില്ല, ഇവിടുത്തെ വാല്യൂസ് വായിക്കാൻ പറ്റുന്നില്ല. നമുക്കിപ്പോൾ ഒരു വലിയൊരു ഷീറ്റാണെങ്കിൽ നമ്മൾ ഓരോ സെല്ലുകളും ഇരുന്ന് ഇത്തരത്തിൽ ഇങ്ങനെ ഇതിപ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ഇതിങ്ങനെ ഉണ്ടെന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു വലിയൊരു ഷീറ്റാണെങ്കിൽ നമ്മളിങ്ങനെ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ജസ്റ്റ് സിംഗിൾ ക്ലിക്കിൽ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയെന്ന് കാണിക്കാം. ഇവിടെ മുകളിൽ കൊണ്ടുവന്നിട്ട് ഈ ഒരു ത്രികോണം അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റയർ സെല്ല് സെലക്ട് ആയിട്ടുണ്ട്. മുകളിൽ ഏതെങ്കിലും ഒരു സെല്ലിൽ കൊണ്ടുവന്നിട്ട് ഈ ഒരു സിമ്പിൾ ആവുമ്പോഴത്തേക്കും ഒന്ന് ഡബിൾ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ഈ ഒരു വീതി അത് ക്ലിയറായി വന്നിട്ടുണ്ട്. എല്ലാ സെല്ലുകളുടെയും വീതി ഓട്ടോ ഫിറ്റ് ആയിട്ടുണ്ട്. ഇനി താഴേക്കുള്ള ഹൈറ്റ്, അതിൻ്റെ റോയുടെ ഹൈറ്റും വിഡ്ത്തും നമുക്ക് ക്ലിയർ ചെയ്യണം. അപ്പോൾ അടുത്ത ഹൈറ്റിൽ കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു സെല്ലിൽ കൊണ്ടുവന്നിട്ട് ഈ ഒരു മൗസ് ഇങ്ങനെ നിൽക്കുമ്പോൾ പറ്റില്ല, ഈ ഒരു സിമ്പിൾ ആകുമ്പോഴത്തേക്കും ഒന്ന് ഡബിൾ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഓട്ടോ ഫിറ്റായി. ജസ്റ്റ് സിമ്പിൾ മെത്തേഡ്. നമ്മൾ മാനുവലി ഇപ്പോൾ ചെറിയൊരു ഫയലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു വലിയൊരു ഡാറ്റനെ നമുക്കിങ്ങനെ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിക്ക് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും.